ടോക്സിക് എന്ന ബ്രഹ്മാണ്ഡ സിനിമയുടെ റിലീസ് മാറ്റിവെച്ച ദുഃഖത്തിലിരിക്കുമ്പോഴാണ് ഞാൻ അതിന്റെ സംവിധായകയുടെ ഫിലിമോഗ്രഫി തപ്പി നോക്കിയത്. കുഞ്ഞിലെ കണ്ടപ്പോൾ ഈ പടം വൺ ടൈം വാച്ചബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പം എന്റെ പൊന്നു ചേച്ചി, കേരളത്തിലെ കാന്താരികൾക്ക് അപമാനമാണ് ഇല്ലവൾ. അപ്പൊ സിനിമയിലേക്ക് വരാം. നിറം സിനിമയിൽ ഒരു 100 എബിഡ സോനഡ ഉണ്ടെങ്കിൽ ഇതിലൊരു 250 വിക്കി ഉണ്ട്. എന്തിന് നായകന്റെ അച്ഛൻ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കാന്താരി ചെന്ന് ചോദിക്കുന്നത് ആൻഡ് എൻക്വയറിയിൽ ഇരിക്കുന്ന ചേട്ടൻ ബി ലൈക്ക് വിക്കിയുടെ കിണ്ടി പോടി. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കലിപ്പൻ വിക്കി അഥവാ നമ്മുടെ പാവങ്ങളുടെ അർജുൻ റെഡ്ഡിയായ അഭിലാഷ് നായർ അവിടുത്തെ പിള്ളേരെ ഓട്ടിച്ചിട്ട് തല്ലുകയാണ്. വിക്കി കോളേജ് യൂണിയൻ ചെയർമാനായി ജയിച്ചതുകൊണ്ട് ഇനി അങ്ങോട്ട് മാന്യമായിട്ടുള്ള ജീവിതം നയിക്കാമെന്ന് വെച്ച് കലിപ്പനിൽ നിന്നും കണ്ണാപ്പിയായിട്ട് കോളേജിലേക്ക് വരും. ഇതാണ് ഞങ്ങളുടെ ഏരിയയിലെ മെയിൻ കണ്ണാപ്പി. വന്നിട്ട് കാന്താരിയെ കാണാൻ പോകും. കാന്താരിയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ടെഫ് സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാന്യമായിട്ട് ഡ്രസ് ചെയ്തുകൊണ്ട് വന്ന വിക്കിയെ കണ്ട കാന്താരി പറയും, പെണ്ണ് കിട്ടാൻ പാൻപരാഗ് ചവയ്ക്കേണ്ട ഗതികേടായല്ലോ ഈശ്വര. നിന്നെ കാണാൻ വന്നതേ ഞാനാ വിക്കി. എന്നേക്കാ വലുതാകണ്ട നിനക്ക് പറഞ്ഞു. എന്നിട്ട് വിക്കി കാന്താരിനെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് അവരുടെ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ കൊണ്ടിരുത്തും. രാജുവേട്ടന്റെ ആ സ്റ്റൈല് നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്? പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. രാജുവേട്ടൻ നിൽക്കുന്നേ ഉള്ളൂ, കറക്കി കൊടുക്കുന്നത് വേറെ ഏതോ ഒരുത്തനാണ്. ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ജയിച്ച സന്തോഷത്തിൽ രാജുവേട്ടൻ ചെന്നിട്ട് കബഡി കബഡി എന്ന് പാട്ടുപാടി ഡാൻസ് ചെയ്യും. കബഡി കബഡി ഗ്രൂപ്പ് ഡാൻസിന് ശേഷം ഏട്ടന്റെ സോളോ ഡാൻസ്. ഈ തുരിഞ്ഞ ഡാൻസ് കണ്ട കാന്താരി പറയും, Oh my God, you're simply amazing, yaar. Okay. നീ വലിക്കുന്ന ഓരോ സിഗരറ്റും കുത്തിക്കെടുത്താൻ പോകുന്നതേ ദേ എന്റെ നെഞ്ചിലാ. ഒന്ന് കൊണ്ടുപോടേ. അങ്ങനെ വളരെ സന്തോഷത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു വിള്ളൽ വീഴുകയാണ്. കാന്താരിയുടെ കൂട്ടുകാരുടെ മുടി ഈ 3 നോട്ടിക്കുട്ടൻ വന്ന് മുറിച്ചിട്ട് അത് വിക്കിയുടെ തലയിലിടും. വേറൊന്നും കൊണ്ടല്ല, 3 നോട്ടിക്കുട്ടന് കാന്താരിയോട് അഗാധമായ പ്രേമമാണ്. വിക്കിനൊരു ബാഡ് ബോയ് ഇമേജ് കൊടുത്തിട്ട് കാന്താരി സ്വന്തമാക്കാനാണ് നോട്ടി ബോയുടെ പദ്ധതി. മുടിമുറിച്ച കേസിൽ പ്രിൻസിപ്പൽ വിക്കിനെ 5 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. മോനെ കുട്ട, നായകൻ സസ്പെൻഡ് ചെയ്ത വിഷമത്തിൽ പോകുന്ന ഒരു സീനാണിത്. അതിനനുസരിച്ചുള്ള ബീജം തരണം. ഇതൊക്കെ കണ്ട് കോപം കൊണ്ട് ജ്വലിച്ച കാന്താരി പറയും, എന്നിട്ട് അവർ തമ്മിൽ മുടിഞ്ഞ പോരാട്ടമാണ്. ഈ ഗ്യാപ്പിന്റെ ഇടയിൽ കയറി ഗോൾ അടിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ നോട്ടി ബോയ്. എന്നാൽ ദേണ്ട കോഴി കൂവുന്ന ബീജമിട്ട് ഒരു പുതിയ അവതാരം അവിടെ പിറവിയെടുക്കും. ജോണിക്കുട്ടൻ വന്ന് ഇറങ്ങുമ്പോ തന്നെ ഗംഗ അവന്റെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ പൊട്ടിക്കും. ഇത് കണ്ട് കലിപ്പിച്ചോണ്ട് വന്ന ജോണി പറയും, ഇതിന് പ്രതികാരം ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരും. നീ വണ്ടി എടുക്കണം. സാലെ കുത്തെ
വരട്ടെ. ഈ ജോണിക്കുട്ടനാണെങ്കിൽ കാന്താരിയുടെ ബെസ്റ്റിയാണ്. ഇവൻ വന്നതോടെ സത്യം പറഞ്ഞ വിക്കി കലിപ്പന്റെ ചീട്ട് കീറി. കാന്താരി എന്നിട്ട് വിക്കിക്ക് അണ്ണാക്കിൽ കൊടുത്തിട്ട് ജോണിക്കുട്ടന്റെ കൂടെയാവും സവാരി. കാന്താരി ആണെങ്കിൽ ക്യാമ്പസിലുള്ള ബാക്കി എല്ലാവർക്കും ജോണിക്കുട്ടനെ പരിചയപ്പെടുത്തിയെങ്കിലും വിക്കിന് മാത്രം പരിചയപ്പെടുത്തി കൊടുത്തില്ല. അത് കണ്ട വിക്കി അവിടെ സലാം കാശ്മീർ കളിച്ചു നിൽക്കും. അപ്പോഴാണ് അവിടെ ഒരു കോളേജ് പരിപാടിക്ക് ഡാൻസ് കളിക്കാൻ കാന്താരി വിക്കിയെ റീപ്ലേസ് ചെയ്തിട്ട് ജോണിക്കുട്ടനെ കൊണ്ടുവരുന്നത്. വിക്കിയേക്കാളും പ്രൊഫഷണൽ ഡാൻസറാണ് ജോണി എന്നാണ് കാന്താരി അവിടെയുള്ള എല്ലാവരോടും പറയുന്നത്. എന്നിട്ട് ജോണി ചെയ്യുന്നത് ഇയാൾ എന്തായി കാണിക്കുന്നത്? 10-20 പടത്തിൽ ഇയാൾ തന്നെ എതിർള്ള സ്റ്റെപ്സ് ആയത്. ഓക്കെ സെക്കൻഡ് സ്റ്റെപ്പ്. നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ലേ? നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ല, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര, വിരൽ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര, രണ്ടുപേരും. ഈ സ്റ്റെപ്പ് എത്രാമത്തെ പ്രാവശ്യമാ? ഈ ഗ്യാപ്പിൽ ജോണിക്കുട്ടൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോയപ്പോൾ ദേണ്ട അവിടെ നോട്ടി ബോയ് വന്നിട്ട് അവനെ റൂമിലിട്ട് പൂട്ടും. അതും സ്വാഭാവികമായിട്ട് വിക്കിയുടെ തലയിലാവും. ഈ വഴിയെ പോണ വള്ളിയേക്ക് എന്തിനാടാ നീ എറിഞ്ഞു പിടിക്കുന്നത്? എന്നിട്ട് അവർ തമ്മിൽ അവിടെ പൊരിഞ്ഞടി നടക്കും. ആ പൊരിഞ്ഞടി സോൾവ് ആക്കാൻ ജോണിയുടെയും വിക്കിയുടെയും മാതാവും പിതാവും വരും. അവിടെ എത്തുമ്പോഴാണ് അവർ അറിയുന്നത്, അയ്യോ ഇവളെന്റെ പഴയ അവിഹിതമല്ലേ. അങ്ങനെ അവിടെ വെച്ച് എല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയിട്ട് അങ്ങേർ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് തന്റെ പഴയ അവിഹിതത്തെ കണ്ട കാര്യം പറയും. അത് കേട്ട ഭാര്യ അവിഹിതത്തിന്റെ വീട്ടിൽ പോയിട്ട് പറയും, അദ്ദേഹത്തിന്റെ മനസ്സിൽ റോസി ആയിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇടയിൽ വരുമായിരുന്നില്ല. എന്തുകൊണ്ടും എന്നെക്കാളും ആ സ്ഥാനത്തിന് യോഗ്യ റോസിയ. അവിടെ വെച്ചാണ് വിക്കിയുടെ അമ്മ മറ്റൊരു സത്യം അറിയുന്നത്. ജോണിയുടെ അച്ഛനും വിക്കിയുടെ അച്ഛനും ഒന്നാണെന്ന്. അടിപൊളി കള്ള കാവടി. എന്നിട്ട് IAS ആണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുകയെ. സീനിയേഴ്സിന്റെ ബെസ്റ്റിയും ലവറിന്റെയും കലാപരിപാടികൾക്ക് ശേഷം ജൂനിയേഴ്സിന്റെ കലാപരിപാടികൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് പറയാൻ നീ ആരടാ? ഇവളുടെ കാമുകനോ അത് രക്ഷകനോ? ഇവള് പറയട്ടെ, ആ നിമിഷം ഞാൻ അവിടെ പോകും. നിന്നെ പോലൊരു സ്കൗണ്ടറിനെ എനിക്ക് ഇനി കാണണ്ട. I hate you. I hate you. I hate you. അതിനുശേഷം വിക്കി കാന്താരിയുമായിട്ടുള്ള ഓരോ ഫാന്റസീസ് ഇങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷെ ഫാന്റസീസിലെ നായകൻ ജോണിയാണെന്ന് മാത്രം. ഇതൊക്കെ ആലോചിച്ചിട്ട് വിക്കി ശേഷം വീണ്ടും നോട്ടി ബോയ് കളത്തിലിറങ്ങിയിട്ട് ജോണിയുടെ വണ്ടി കത്തിക്കും. അതും വിക്കിയുടെ തലയിലാവും. അതിന് പ്രതികാരം തീർക്കാൻ ജോണി വിക്കിയുടെ വീട്ടിൽ വന്ന് മാസ് കാണിക്കും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഇത്രയൊക്കെ ആയിട്ടും നോട്ടിക്കുട്ടന്റെ നോട്ടിനെസ് തീർന്നില്ല. പിറ്റേ ദിവസം വിക്കിയുടെ അച്ഛനെ ഒരു കാർ കൊണ്ട് ഇടിപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും. അപ്പോഴാണ് അവിടെ കാന്താരി നടന്നു വന്നിട്ട് ചോദിക്കുന്നത്, വിക്കിയുടെ അച്ഛൻ അവിടെ വെച്ച് കാന്താരിയും സത്യം അറിയും അവർ രണ്ടുപേരും സഹോദരങ്ങളാണെന്ന്. അങ്ങനെ പടം തീർക്കാൻ കാന്താരി നേരെ ഓടി നോട്ടി ബോയുടെ അടുത്ത് ചെല്ലും. അപ്പൊ നോട്ടി ബോയ് നടന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ കാന്താരിയോട് പറയും. നിനക്ക് വേണ്ടിയാണോ ഞാൻ എല്ലാം ചെയ്തത്? വിക്കിയെ നിന്നെ അകറ്റാൻ വേണ്ടി മീരയുടെ മുടി മുറിച്ചത് മുതൽ ജോണിയും വിക്കിയും തമ്മിൽ പൊരുതാനുള്ള ഓരോ കാരണങ്ങൾക്ക് പിന്നിലും ഈ റോയാണ്. എടാ മരവൂളെ, അവളോടെല്ലാം തുറന്നു പറയാനായിരുന്നെങ്കിൽ എന്തിനാടാ ഇത്രയും നാൾ ഒളിഞ്ഞും പാത്തിരുന്ന് കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്? എന്നിട്ട് അവസാനം നോട്ടി ബോയ് പോയി ചാവും. അപ്പുറത്തെ സൈഡിൽ രണ്ട് സഹോദരങ്ങളും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കാന്താരി ഓടി വന്നിട്ട് പറയും, എടാ മണ്ടന്മാരെ, നിന്റെയൊക്കെ അച്ഛൻ കള്ളവടി വെച്ചുണ്ടാക്കിയതാണ് നിന്നെയൊക്കെ. നിനക്കൊക്കെ അമ്മമാർ രണ്ടെണ്ണം ഉണ്ടെങ്കിലും തന്ത ഒന്നേ ഉള്ളടാ. അതായത് നിങ്ങൾ ഓർക്കണം, വിക്കിയുടെ അച്ഛനും ജോണിയുടെ അമ്മയും IASകളാ. അപ്പൊ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കി നിർത്തി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതിന് കോളേജ് പിള്ളേരെ അത്രയും വിളിച്ച് കൂട്ടിയിട്ടാണ് കാന്താരി ഈ കള്ളവടിയെ കുറിച്ച് വിളിച്ചു പറയുന്നത്. ഇത്രയൊക്കെ നാറി പഴുത്തിട്ടും തൊട്ടടുത്ത സീനിൽ അവർ കോളേജിൽ നെഞ്ചും വിരിച്ച് പോവുകയാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എന്നിട്ട് അച്ഛന്റെ അവിഹിത ബന്ധം നാട്ടുകാരെ മൊത്തം അറിയിച്ചതിന് വിക്കി ഒരെണ്ണം പൊട്ടിക്കും. അടികൊണ്ട കാന്താരി പറയും, ഇത് കുറച്ച് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ തന്തപ്പടിയുടെ അവിഹിത ബന്ധം നാട്ടുകാരെ അറിഞ്ഞ് നാറൂലായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കൂ ബൈ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ വലിച്ചു കീറണമെന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ കമന്റിൽ അറിയിച്ചാൽ വരും ദിവസങ്ങളിൽ നമ്മളത് വീഡിയോസ് ആക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.